CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരാൻ തുടങ്ങിയത്. അപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ലൂണയ്ക്ക് ഈ ഒരു സീസൺ നഷ്ടമാവും എന്നായിരുന്നു. ഇതോടെ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ലൂണയ്ക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് മറ്റൊരു താരത്തെ കൊണ്ടുവരുമോ എന്ന ചോദ്യം ഉയർത്തിയിട്ടുമുണ്ടായിരുന്നു. ശേഷം ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും ആരാധകരുടെ ഇത്തരം ചോദ്യത്തിനെല്ലാം തന്നെ മറുപടിയായി കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച്. ആശാന്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഇവാൻ വുക്കോമാനോവിച്ചിന്റെ വാക്കുകൾ ഇപ്രകാരം: ഡിസംബർ 14 ലൂണയുടെ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ വീണ്ടെടുക്കൽ പ്രക്രിയക്കായി 5 മുതൽ 6 ആഴ്ച വരെ ടൈം വേണം. തുടർന്ന് സൂപ്പർ കപ്പിന് ശേഷം കൂടുതൽ വീണ്ടെടുക്കലിനായി താരം കൊച്ചിയിലേക്ക് എത്തും. ലൂണക്ക് പരിക്കാണ് എന്ന് പറയാൻ വരെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് കൂടിയാണ്. കൂടാതെ മിക്കവാറും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലൂണയുടെ പകരക്കാരൻ വരുമെന്നും ഇവാൻ വുക്കോമാനോവിച്ച് ഈ ഒരു വാക്കുകളോടൊപ്പം കൂട്ടിച്ചേർത്തു. ഏതായാലും ലൂണയുടെ അഭാവം ആരാധകർക്ക് സങ്കടകരമാണെങ്കിലും നിലവിൽ ആശ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സന്തോഷകരമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് മുംബൈക്കെതിരായിട്ടാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ലൂണയുടെ അഭാവം നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. ഏതായാലും ആശാന്റെ ഈ ഒരു മറുപടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.